എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ സ്വന്തം മാർസി ഗാർഡനിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ ചന്ദ്രേഷ്. നിങ്ങളുടെയൊക്കെ പ്ലാന്റുകൾ ഇതുപോലെ ഫ്ലവറൊക്കെ ആയിട്ടായിരിക്കുമല്ലോ നിൽക്കുന്നതല്ലേ. എല്ലാവർക്കും നമ്മളെ മാർസി ഗാർഡനിൽ പറയുന്ന വളങ്ങളൊക്കെ പ്രയോജനകരമാണല്ലോ, അത് യൂസ്ഫുള്ളുമാണെന്നാണ് പലരും പറയുന്നത് കേട്ടോ. എല്ലാവരും എന്നോട് അഭിപ്രായം പറയാറുണ്ട്, കുഴപ്പമില്ല, കൊടുത്തിട്ട് എൻ്റെ റിസൾട്ട് കിട്ടാറുണ്ടെന്ന്. പക്ഷേ മാർസി ഗാർഡനിൽ പറയുന്ന വളങ്ങളൊന്നും കൊടുത്തിട്ട് ഓർക്കിഡിൽ ഫ്ലവർ ഇല്ലാന്നും പറഞ്ഞ് നമ്മുടെ ഫാമിലിയിലെ ഒരു ആന്റി കംപ്ലൈന്റ് പറയുന്നുണ്ട്. അപ്പൊ എനിക്കൊരു 2-3 ടാസ്ക് ആള് തന്നിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് ഞാൻ നിങ്ങളോട് പറയാം. കുറച്ച് ഫ്ലവർ ഉള്ള പ്ലാന്റ് ആണ് ആൾക്ക് വേണ്ടത്. അപ്പൊ ഞാൻ അതുമൊക്കെ ആയിട്ട് പോയി അതവിടെ സേഫ് ആയിട്ട് എത്തുന്നുണ്ടോ, അതെങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളോടൊക്കെ ഒന്ന് ഷെയർ ചെയ്യാന്നോർത്താണ് ഞാൻ വന്നത്. അപ്പൊ എനിക്ക് കിട്ടിയ ടാസ്കും ഒക്കെ ഒന്ന് നിങ്ങളോടൊന്ന് പറയാമെന്ന് വിചാരിച്ചു. അപ്പൊ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളൊക്കെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം പറയണം കേട്ടോ. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഞാൻ പറഞ്ഞ ടാസ്ക് നമ്പർ 1 ഇതാണ്. ഇത്രയും പ്ലാന്റ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിന്റെ ഫ്ലവർ പോവാതെ അവിടെ സേഫ് ആയിട്ട് എത്തിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് ടാസ്ക് വരുന്നത്. ഇത് മാത്രമല്ല കേട്ടോ, ഇതിന്റെ കൂടെ വേറെയുണ്ട്. അത് ഞാൻ അവിടെ ചെന്നിട്ട് ഇതെല്ലാം കൊണ്ട് സേഫ് ആയിട്ട് എത്തിച്ചതിന് ശേഷം കാര്യങ്ങൾ എന്താന്ന് പറയാം. ഇപ്പൊ എത്രയാ, 1 2 3 4 5, ഈ 5 പേരും, ഇദ്ദേഹം 6, ഈ ഒരു മിനിയേച്ചർ വാണ്ട. എന്റെ ഫ്ലവർ കാണാൻ എന്നാ ഭംഗിയാന്ന് നോക്കി. ഇത് 7ാമത്തെ ആളാണ് കേട്ടോ. ഇനി ഒരാളും കൂട്ടുണ്ട്. ദേ ഈ മൊക്കറ. ഇങ്ങനെ 8 പേരെ ഈ ഫ്ലവർ പോവാതെ കൊണ്ടെത്തിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് ജോലി, അതായത് ടാസ്ക് നമ്പർ 1. ബാക്കി ഞാനിതെല്ലാം കൊടുത്തിട്ട് സേഫ് ആയിട്ട് എത്തിച്ചിട്ട് ബാക്കി എന്താന്ന് പറയാം. അടിപൊളി പരിപാടികളാണ്. നമുക്ക് ഉത്തരവാദിത്തം കൂടിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസം ചെല്ലുന്തോറും. ഈ കൊണ്ടു കൊടുക്കാനുള്ള സാധനങ്ങളൊക്കെ ഒരു ഇതിനകത്താക്കി ഞാൻ ഇവിടെ കൊണ്ടു വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഫ്ലവർ പോകാതെ ഇവനെ ഒന്ന് പാക്ക് ചെയ്തെടുക്കണം. മൊത്തം പാക്ക് ചെയ്യേണ്ട, ഫ്ലവർ മാത്രം ഒന്ന് പാക്ക് ചെയ്തിട്ട് വേണം. അല്ലെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ ഇതിന്റെ ഫ്ലവർ എല്ലാം ഒടിഞ്ഞ് അത് ആ വഴി പോകും. അപ്പൊ ഫ്ലവറോട് കൂടി വേണമെന്നും പറഞ്ഞാണല്ലോ നമ്മളോട് ഇത് പറഞ്ഞത്. അപ്പൊ ആ ഒരു ഉത്തരവാദിത്തം നമ്മൾ കാണിക്കണ്ടേ. അതൊന്ന് പാക്ക് ചെയ്തിട്ടേനെ. അപ്പം വലിയ പൂക്കളുള്ളതെല്ലാം പേപ്പർ ഒട്ടിച്ച് പൂ പോകാതെ നിർത്തി. ഇനിയിപ്പോൾ ഇത് വണ്ടിയെ കൊണ്ടുപോയാലും ഫ്ലവർ ഒടിഞ്ഞു പോവുകയില്ല, സേഫ് ആയിട്ട് അവിടെ എത്തും. ഈ ചെറിയ ഫ്ലവർ ഒന്നും ഒരു കുഴപ്പമില്ല. പിന്നെ ഇനി കൊണ്ട് കൊടുത്തിട്ട് അവിടുത്തെ വിശേഷം എന്താണെന്ന് അറിയണമല്ലോ. ഇനി നേരെ അങ്ങോട്ട് പോവുകയാണ്. അപ്പൊ നമ്മൾ ചെടിയും കൊണ്ടത് ഇവിടെ എത്തിയിരിക്കുകയാണ്. ആ ചെടി, ഇവിടുത്തെ ചെടിയുടെ അവസ്ഥ കണ്ടോ. എന്നെ വെറുതെ ചീത്ത പറയുവാണ്. ഇത് നല്ല ഊടലാണ്. ഇവിടെ വെയിൽ കിട്ടുന്നില്ല. വെയിൽ കിട്ടാത്തടത്ത് ഡെൻഡ്രോബിയം വെച്ചാൽ എന്താണ് അവസ്ഥയെന്ന് അറിയരുതോ. അപ്പോൾ ആന്റിക്ക് ഒരു ചെടി, പൂവുള്ള ചെടി വേണമെന്നുള്ള ആഗ്രഹത്തിലാണ് ഞാൻ ആ പൂവുള്ളതെല്ലാമായിട്ട് ഇവിടെ വന്നത്. ഇവിടെ ഇനിയിപ്പോ ഇതെല്ലാം ഇവിടുന്ന് മാറ്റി വെക്കണം, എന്നാലേ ഇതിനൊക്കെ ഫ്ലവർ ആവുള്ളൂ. അതാണ് ഇവിടുത്തെ ഒരു അവസ്ഥ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലേ ഇതിന്റെ വിശേഷങ്ങളൊക്കെ ഞാൻ പറയാമെന്ന്. അപ്പൊ ഞാൻ തിരിച്ച് വീട്ടിലെത്തി. ഈ കാണിക്കുന്നത് അവിടെ നിന്ന് എൻ്റെ തന്നു വിട്ട പ്ലാന്റുകളാണ്. 8 പ്ലാന്റ്. പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഒരു 4 എണ്ണം എനിക്കും 4 എണ്ണം തിരിച്ചും കൊടുക്കണം. അത് 4 എണ്ണം എനിക്ക് ഇഷ്ടമുള്ള 4 എണ്ണം എടുക്കാം. അതെങ്ങനെയാ തിരിച്ചു കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ, ഇത് ബഡായി കഴിയുമ്പോൾ ഈ പ്ലാന്റിലൊന്നും ബഡ് വരുന്നില്ല. അതാണ് പ്രശ്നം. അപ്പൊ ആ ചൂടലൊക്കെ നിന്നിട്ടാണ് ഞാൻ പറഞ്ഞു, ഇനി ഇപ്പം മഴ കഴിയുമ്പോഴത്തേന് ഞാൻ പറയുന്ന രീതിയിൽ ചെയ്താൽ മതി, ഫ്ലവർ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ ഒരു പ്ലാന്റ് ഒക്കെ ഇനി നല്ല രീതിയിൽ ഇവനെയൊക്കെ ഒന്ന് ഇനി റീപ്പോർട്ട് ചെയ്യണത് ഒന്നെടുത്ത് സാപ്പിലൊക്കെ ഒന്ന് മുക്കി വെച്ച് അഴുകിയ വേരോ ചീത്തയായ വേരുകളൊക്കെ കളഞ്ഞിട്ട് ഇതിനെ ഒന്ന് റീപ്പോർട്ട് ചെയ്ത് സേഫ് ആക്കി വെച്ചാലേ ഇതിന് ഫ്ലവർ ആകത്തുള്ളൂ. ഫ്ലവർ വരും ഇതിനകത്തുനിന്ന് ഒരു 4 മാസം മാക്സിമം, അതിനുള്ളിൽ ഇതിനകത്തുനിന്ന് ഫ്ലവർ വരും. അപ്പൊ അങ്ങനെ ആക്കിയിട്ട് വേണം തിരിച്ചു കൊടുക്കാൻ. അപ്പൊ നമ്മളിപ്പോ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇതുപോലെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ജോലിയൊന്നും ഇല്ലാതെ ഇരിക്കുകയാണ്. ഒരു സർവീസ് പോലെ ചെയ്യുന്നുണ്ട്. ആർക്കെങ്കിലും ഒക്കെ റീപ്പോർട്ട് ചെയ്യാൻ ആവശ്യമുള്ളവരും മേലാത്ത പ്രായമുള്ളവരൊക്കെ ഉണ്ട്. അങ്ങനെയുള്ളവർ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വന്ന് റിപ്പോർട്ടൊക്കെ ചെയ്ത് പ്ലാന്റ് ഒക്കെ റെഡിയാക്കി വെച്ച് തരും കേട്ടോ. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ധൈര്യപൂർവ്വം പറയാം, നമ്മൾ വന്ന് ഇതെല്ലാം ചെയ്തു തരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഈ വിവരങ്ങളൊക്കെ നിങ്ങൾക്കൂടെ ഒന്ന് എത്തിക്കാൻ ഓർത്താണ് ഞാനൊരു വീഡിയോ ചെയ്തത് കേട്ടോ. അപ്പോൾ ഗുണകരമായ മറ്റൊരു വീഡിയോയിൽ കൂടി വീണ്ടും കണ്ടുമുട്ടാം എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടെ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ പൂർത്തിയാക്കിയാണ്.